നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് വളരെയധികം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. പണ്ട് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആദ്യ കാലത്തൊക്കെ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അധികം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല മെത്തേഡുകൾ. പിന്നെ നിരവധി മെത്തേഡുകൾ ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനായിട്ട് കണ്ടുപിടിക്കുകയും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ വരുന്ന ഒത്തിരി ആപ്ലിക്കേഷനായിട്ട് അവ ഉപയോഗിക്കുകയും ചെയ്തു. കാരണം ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് കണ്ടുപിടിച്ച കാലം മുതൽ ഇന്ന് ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൻ്റെ മെത്തഡോളജികൾ എത്രയോ മടങ്ങ് വർദ്ധിക്കുകയും പുതിയ മെത്തേഡുകൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ച് മെറ്റലർജിക്കൽ ഏരിയയിൽ മെറ്റലർജിക്കൽ ഫീൽഡിൽ വളരെ കൂടുതൽ അഡ്വാൻറ്റേജുകൾ, വളരെ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകാനായിട്ട് ഈ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് മെത്തഡോളജി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷനിലും ഇലക്ട്രിക് ഹീറ്റിംഗ് ഇപ്പോൾ വളരെ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കലി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇലക്ട്രിക് അയൺ തന്നെ ഇലക്ട്രിക് ഹീറ്റിങ്ങിന് ഒരു ഉദാഹരണമാണ്. റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അനുസരിച്ചുള്ള ഹീറ്റ് പ്രൊഡക്ഷനാണ്, ഹീറ്റ് അറ്റൈൻമെൻ്റാണ് ഈ ഇലക്ട്രിക് അയണിനകത്ത് വരുന്നത്. ഒരു ഹീറ്റിംഗ് എലിമെൻറ്റ് പെട്ടെന്ന് സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് എലിമെൻറ്റ് ഹീറ്റ് ആവുന്നു. അങ്ങനെ നമുക്ക് ഇസ്തിരി ഇടാൻ പറ്റുന്നു. അതുപോലെ വാട്ടർ ഹീറ്ററുകൾ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ, അങ്ങനെ നിരവധി ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഹീറ്റിങ്ങിനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നു. കുക്കിങ്, അതുപോലെ മറ്റ് വാട്ടർ ഹീറ്റിംഗ്, റെഫ്രിജറേഷൻ യൂണിറ്റ്, അതുപോലെ ഹീറ്റ് പമ്പുകൾ ഒക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ നിങ്ങൾക്ക് ഇൻഡക്ഷൻ ഹീറ്റിങ്ങും അതുപോലെ ഡയലക്ട്രിക് ഹീറ്റിംഗ്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഡയലക്ട്രിക് ഹീറ്റിംഗ്, 2 ടൈപ്പ് ഹീറ്റിംഗ് മെത്തേഡ്സ് പഠിക്കാറുണ്ട്. പിന്നെ ഒരു ഇൻഡക്ഷൻ ഫർണസും ഒരു ആർക്ക് ഫർണസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ഹീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് പലപ്പോഴും ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ. അതുപോലെ തന്നെ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനായിട്ട് നമ്മൾ വളരെ അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന ആ മെത്തേഡിന് കുറേ അഡ്വാൻറ്റേജുകൾ ഉള്ളതുകൊണ്ടാണ്. ധാരാളം ഹീറ്റിംഗ് മെത്തേഡുകൾ വേറെയുണ്ട് ഇലക്ട്രിക്കൽ അല്ലാതെ. പക്ഷെ ഇപ്പോഴും എമ്പാടും ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ, 90% കൂടുതൽ ഹീറ്റിംഗ് മെത്തേഡുകളും ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നത് ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിന് അഡ്വാൻറ്റേജുകൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അതായത് നോക്കാം. Advantages of electrical heating. Advantages of electrical heating. ഫ്യൂവൽ ഉപയോഗിച്ച് ലിക്വിഡ് ഫ്യൂവൽ, സോളിഡ് ഫ്യൂവൽ, ഗേഷ്യസ് ഫ്യൂവൽ, ഇങ്ങനെയുള്ള ഫ്യൂവലൊക്കെ ഉപയോഗിച്ച് ഹീറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് കണ്ടുപിടിച്ചത്. ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് കണ്ടുപിടിച്ച് അത് ഉപയോഗത്തിൽ വന്നപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് മൂലം ഉള്ള ആ അഡ്വാൻറ്റേജുകൾ നമ്മൾ ധാരാളം മനസ്സിലാക്കുകയും അത് വീണ്ടും അതിലേക്ക് തന്നെ തുടർന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് പറയാനുള്ളത് അത് എക്കണോമിക്കലാണ്. ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് വളരെ എക്കണോമിക്കലാണ്. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ ടൺ കണക്കിന് ഫ്യൂവൽ കത്തിച്ച് ഉണ്ടാക്കുന്ന ഹീറ്റ് അത്രയും തന്നെ ആ ചെലവാക്കിയ എമൗണ്ടിൻ്റെ 4/1 അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രം വൈദ്യുതി ചാർജ് നൽകിക്കൊണ്ട് ആ ഹീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എക്കണോമിക്കലാണ്. മറ്റേത് ഹീറ്റിംഗ് മെത്തഡോളജിയെ അപേക്ഷിച്ചും ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് മെത്തഡോളജി എന്ന് പറയുന്നത് ഹൈലി എക്കണോമിക്കൽ. 2, highly efficient. എഫിഷ്യൻസി വളരെ കൂടുതലാണ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗിന്. 3, ആബ്സെൻസ് ഓഫ്
absence of flue gases and smoke. പുകയും ആവിയൊന്നും അധികമില്ല ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് നടത്തുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കൽക്കരിയിട്ട് കത്തിക്കുമ്പോഴും അതുപോലെ എണ്ണ ഉപയോഗിച്ച് കത്തിക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു സാധനം ഹീറ്റപ്പ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആബ്സൻസ് ഫ്ലൂ ഗ്യാസും സ്മോക്കും ഒക്കെ ഉണ്ട്. ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതില്ല. 4 ക്ലീൻലിനെസ്. ആഷ് ഇല്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പൊടിയില്ല, പടലമില്ല, ഒന്നുമില്ല. ക്ലീൻലിനെസ്. 5 അൺലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഒരു 2000-2500 ഡിഗ്രി സെന്റിഗ്രേഡിലൊക്കെ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു ഫ്യൂവലും അവൈലബിൾ ആണ്. ലിക്വിഡ് ഫ്യൂവലായാലും സോളിഡ് ഫ്യൂവലായാലും ഒന്നും അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും വലിയ ടെമ്പറേച്ചറിലേക്ക് ഒരു ബോഡി ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ചാർജിനെ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് മെത്തഡോളജി മാത്രമേ ശരണമുള്ളൂ. അൺലിമിറ്റ് ഹീറ്റ്, ടെമ്പറേച്ചർ എത്ര വേണമെങ്കിലും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇനി ഈസ് ടു കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കൺട്രോൾ ചെയ്ത് ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റില്ല. ഈസി ടു കൺട്രോൾ. അതുപോലെ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷനൊക്കെ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊന്നും അവിടെ പിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതുപോലെ മെയിൻ്റെനൻസ് നന്നേ കുറവാണ്. ലോ മെയിൻ്റെനൻസ്. ഇനിയും എടുത്തു പറയത്തക്ക ധാരാളം അഡ്വാൻറ്റേജുകൾ ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് യൂസർക്ക്, അല്ലെങ്കിൽ അത് ഇൻഡസ്ട്രിയിലോ മറ്റെവിടെയോ യൂസർക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസ് ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് വളരെ എക്കണോമിക്കലാണ്, അത് ഹൈലി എഫിഷ്യൻ്റ് ആണ്, ഹൈ എഫിഷ്യൻസി ഉണ്ട് അതിനകത്ത്. ആബ്സൻസ് ഓഫ് ഫ്ലൂ ഗ്യാസസ് ആൻഡ് സ്മോക്ക്, പുക, അതുപോലെ ആവി, പൊടിപടലം, അങ്ങനെയൊന്നുമില്ല. ക്ലീൻനെസ്, വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിരിക്കും. പിന്നെ അൺലിമിറ്റ് ടെമ്പറേച്ചർ റൈസ്, ടെമ്പറേച്ചർ എത്ര വേണമെങ്കിലും അറ്റൈൻ ചെയ്യാൻ പറ്റും. ഈസി ടു കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മേലിൽ അറ്റൈൻ ചെയ്യാൻ പാടില്ല. ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ഇൻപുട്ട് സ്വിച്ച് ഓഫ് ആകും. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. മെയിൻ്റെനൻസ് നന്നേ കുറവാണ് മറ്റ് ഹീറ്റിംഗ് മെത്തേഡുകളെ അപേക്ഷിച്ച്. ഇങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് വെച്ച് പ്രധാനമായിട്ട് എക്കണോമിക്കൽ, ഹൈലി എഫിഷ്യൻറ്റ്, ആബ്സൻസ് ഓഫ് ഫ്ലൂ ഗ്യാസസ് ആൻഡ് സ്മോക്ക്, ക്ലീൻലിനെസ്, അൺലിമിറ്റ് ടെമ്പറേച്ചർ അറ്റൈൻമെൻറ്റ്, ഈസി ടു കൺട്രോൾ, ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ, ലോ മെയിൻ്റെനൻസ്, എക്സെട്ര. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് മെറ്റലർജിക്കൽ ഫീൽഡിലാണ്. മെറ്റലർജിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുക, അവരുടെ ഓറുകളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിച്ച് എടുക്കുക, സ്മെൽറ്റിംഗ് എന്ന് പറയും. എന്നിട്ട് ഓരോ ലോഹവും നമ്മൾ മറ്റു കൂട്ടുലോഹങ്ങളുമായിട്ട് അലോയികൾ പോലെ ഉണ്ടാക്കാൻ, അതുപോലെ ലോഹങ്ങൾ പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അവയുടെ കാഠിന്യം, അതുപോലെ അവയുടെ മറ്റ് പ്രോപ്പർട്ടീസൊക്കെ മാറ്റി മറിച്ച് എടുക്കുക. ഇങ്ങനെ ഒത്തിരി ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റലർജിക്കൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നിൽക്കുന്നത് ഹീറ്റിങ്ങിനെ സംബന്ധിച്ച്. പിന്നെ ഫുഡ് പ്രോസസ്സിങ് ഏരിയ, അതുപോലെ പ്ലൈവുഡ് മാനുഫാക്ചറിങ്, അതുപോലെ ബേക്കിംഗ്, അതുപോലെ ട്രീറ്റ്മെൻറ്റിന് പോലും ഒരു ആപ്ലിക്കേഷൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആപ്ലിക്കേഷൻ. ട്രീറ്റ്മെൻറ്റ്, മുട്ട്, കൈമുട്ട്, കാൽമുട്ട്, അതിലൊക്കെ ഉള്ള വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ ചൂടാക്കൽ പ്രക്രിയ, അതിന് ഡയാതെർമി എന്നാണ് പറയുന്നത്. അത് ഒരുതരം ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആണ്. അതുപോലെ പെയിൻറ് ഉണക്കാൻ, സിഗരറ്റിൻ്റെ സുക്ക ഉണക്കാൻ, ഇങ്ങനെ ഒത്തിരി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നമ്മൾ പ്രധാനമായിട്ടും
മെറ്റലർജിക്കൽ ഫീൽഡിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ളൊരു 4-5 ആപ്ലിക്കേഷൻ എഴുതുക. ഒന്ന് മെൽറ്റിംഗ് ഓഫ് മെറ്റൽസ്. അടുത്ത സ്മെൽറ്റിംഗ്, അനീലിംഗ്, ടെമ്പറിംഗ്, hardening, welding, soldering, baking, അതുപോലെ ഫുഡ് പ്രോസസ്സിംഗ്, ഇലക്ട്രോണിക് സ്വിങ്, ഇങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസ് പറയാൻ പറ്റും. കാസ്റ്റിംഗ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റ്, melting of metals, annealing of metals, tempering, hardening, welding, soldering, baking, food processing, electronic sewing, casting, cutting, metal cutting. ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷൻ. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റ്, മെൽറ്റിംഗ് ഓഫ് മെറ്റൽസ്. സ്മെൽറ്റിംഗ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറുകളിൽ നിന്നും അവയുടെ മെറ്റലുകൾ വേർതിരിച്ചെടുക്കുന്ന ആ സമ്പ്രദായം. പിന്നെ അനീലിംഗ് എന്നൊക്കെ പറയുന്നത് ഹീറ്റ് പ്രോസസ്സിംഗ്, ടെമ്പറിംഗ്, ഹാർഡനിങ്, വെൽഡിങ്, സോൾഡറിങ്, ബേക്കിംഗ്. ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങിലൊക്കെ ബേക്കിംഗ് ഉണ്ട്. ഇതൊക്കെ ചൂടാക്കൽ പ്രക്രിയയാണ്. ബിസ്ക്കറ്റ്, അതുപോലെ വേഫറുകൾ, ചോക്ലേറ്റുകൾ. ഫുഡ് പ്രോസസ്സിംഗ്, ഇലക്ട്രോണിക് സ്വിങ്, കാസ്റ്റിംഗ്, അതുപോലെ കട്ടിംഗ്. കുറെ എണ്ണം എഴുതാൻ പറ്റും. അടുത്ത് ഹീറ്റിംഗ്, ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ ഒരു മെത്തേഡാണ് ഇൻഡക്ഷൻ ഹീറ്റ്. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ മെജോറിറ്റി പർപ്പസും സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ ട്രാൻസ്ഫോർമർ ആക്ഷൻ. അപ്പോൾ ശരിക്കും ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഒരു AC ഹീറ്റിംഗ് മെത്തഡോളജിയാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഹീറ്റിംഗ് മെത്തഡോളജിയാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇപ്പോൾ ട്രാൻസ്ഫോർമറുകൾ വർക്ക് ചെയ്യുന്നത് തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സിസ്റ്റത്തിലാണ്. ഇപ്പോൾ ട്രാൻസ്ഫോർമർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 വൈൻഡിങ് ആണുള്ളത്. ട്രാൻസ്ഫോർമറിന് ഒരു പ്രൈമറി വൈൻഡിങ്, മറ്റൊരു സെക്കൻഡറി വൈൻഡിങ്. അത് മ്യൂച്വലി കപ്പിൾഡ് ആയിരിക്കും ഈ 2 വൈൻഡിങ്ങുകൾ. അപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൽ നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ, ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട് നമ്മൾ പ്രൈമറി കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ പുതിയൊരു കറണ്ട് വരും. അതായത് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു കറണ്ട് അവിടെ ഉണ്ടാകും ബൈ ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ആ കറണ്ട് സെക്കൻഡറിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ക്രൂസിബിളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഹെർത്തിലോ അല്ലെങ്കിൽ ഒരു ട്രഫിലോ നമ്മൾ വെച്ചിരിക്കുന്ന ചാർജ്, അതായത് ഹീറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ, മിക്കവാറും മെറ്റാലിക് ഓറുകളോ അങ്ങനെയുള്ളത് ആയിരിക്കും. ആ സെക്കൻഡിലിരിക്കുന്ന ആ ചാർജിലേക്ക് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ബൈ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോർമർ ആക്ഷൻ, ഇൻഡ്യൂസ്ഡ് കറണ്ട് വന്നിട്ട് ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആ ചാർജിൽ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകും.
സാധാരണ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ജൂൾസ് ലാ അനുസരിച്ച് ഹീറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് H I സ്ക്വയർ R T by J, ഇതാണ് എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പോൾ ഈ കറണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്, സെക്കൻഡിൽ ഉണ്ടാകുന്ന കറണ്ട് ബൈ ഇൻഡക്ഷൻ. ഈ കറണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചാർജിന്റെ റെസിസ്റ്റൻസ്, പിന്നെ എത്രത്തോളം സമയം ചാർജിൽ കൂടി കറണ്ട് പോകുന്നു, അതനുസരിച്ചുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചാർജിലേക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് സർക്കുലേറ്റ് ചെയ്ത് അത് എഡ്ഡി കറണ്ട് ലോസ് ആയിട്ട്, എഡ്ഡി കറണ്ട് ലോസ് ആയാലും ഹീറ്റ് ഡെവലപ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആയിട്ട് ഈ രീതിയിലാണെങ്കിൽ ഹീറ്റ് ഡെവലപ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഹീറ്റഡ് അപ്പ് ആകും ചാർജ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ടു ബി ഹീറ്റഡ് അപ്പ്, അതിനാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൈമറിയിൽ ഒരു വോൾട്ടേജും അതിന് അനുസൃതമായ ഒരു കറണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഒരു പുതിയ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയും അത് ചാർജിൽ കൂടി പ്രവഹിച്ചിട്ട് ചാർജിനെ ഹീറ്റഡ് അപ്പ് ആക്കുകയും ചെയ്യുന്ന ആ ഒരു സിംഗിൾ മെത്തേഡാണ് ഇൻഡക്ഷൻ ഹീറ്റ്. അപ്പോൾ ഹീറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസിൽ നേരിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹീറ്റിംഗ് മെത്തേഡ്, ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് മെത്തേഡ് ആയിട്ട് അത് മാറുന്നു. ഓക്കെ, അതാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർഫസ് ഹാർഡനിങ് ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ സർഫസ് ഹാർഡനിങ്, ഡീപ്പ് ഹാർഡനിങ്, surface hardening, deep hardening, tempering, soldering, welding. ഇതൊക്കെ ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. സർഫസ് ഹാർഡനിങ്, ഡീപ്പ് ഹാർഡനിങ്, ടെമ്പറിങ്, സോൾഡറിങ്, വെൽഡിങ്, അനീലിംഗ് തുടങ്ങിയ ഇത്തരം പ്രോസസ്സുകൾക്കെല്ലാം ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഉപയോഗിക്കും. അപ്പോൾ ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഞാൻ പറഞ്ഞു, അത് ഒരു ട്രാൻസ്ഫോമർ ആക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ആണ് ഈ ഹീറ്റ് ചെയ്യേണ്ട ചാർജിനെ ഹീറ്റ് ആക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു സെക്കൻഡറി വൈൻഡിങ്ങിന് പകരം നമ്മൾ വയ്ക്കുന്ന സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു വൈൻഡിങ് ആയിട്ട് ഉണ്ടായിരിക്കത്തില്ല, അതൊരു സിംഗിൾ ടൈം ഷോർട്ട് സർക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി പോലെ ആക്ട് ചെയ്യാൻ തക്ക വണ്ണം ഈ ആനുലർ ക്രൂസിബിളോ അതുപോലുള്ള കണ്ടെയ്നറുകളിൽ നമ്മൾ ഈ ചൂടാക്കാനുള്ള സബ്സ്റ്റൻസ് ശരിക്കും ഓർ ആയിരിക്കാൻ ഇട്ടുകൊടുക്കും. അപ്പോൾ അതിലേക്ക് ഒരു സെക്കൻഡറി കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ, എന്നിട്ട് അതിനനുസരിച്ച് അത് ഹീറ്റ് ആവുകയും ചെയ്യും. എത്രത്തോളം സമയം നമ്മൾ അതിനെ ആ നിലയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതനുസരിച്ച് അത് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ സർഫസ് ഹാർഡനിങ്, ഡീപ്പ് ഹാർഡനിങ്, ടെമ്പറിങ്, സോൾഡറിങ്, വെൽഡിങ് എന്നിങ്ങനെയൊക്കെ ഉള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനാണ്. ഇനി ഒരു ഇൻഡക്ഷൻ ഫർണസ്, ഇൻഡക്ഷൻ ഫർണസ്, ഇത് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസ് ആണ്. കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസ്. ഇൻഡക്ഷൻ ഫർണസ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസിന്റെ ചിത്രമാണ്. അപ്പോൾ ഇത് ആ കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസിന്റെ കോർ, ഒരു മാഗ്നറ്റിക് ലാമിനേറ്റഡ് കോർ. അതിന്റെ ഒരു ലിംബിൽ പ്രൈമറി കോയിൽ ചുറ്റിട്ടുണ്ട്. പ്രൈമറി കോയിൽ, ഈ പ്രൈമറി കോയിൽ നമ്മൾ ഒരു ഇൻപുട്ട് AC സപ്ലൈ കൊടുക്കണം. ഒരു ഇൻപുട്ട് AC സപ്ലൈ കൊടുക്കണം. സെക്കൻഡറിയിൽ ഒരു ആനുലർ ഹെർത്താണുള്ളത്. ആനുലർ ഹെർത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു വെസൽ, ഇവിടെ മുഴുവനായിട്ട് ചാർജ് ഇട്ടിട്ടുണ്ട്. മുഴുവനായി ചാർജ് ഇങ്ങനെ വിതറിയിരിക്കുകയാണ്.
ചില ആനുവൽ ഹെൽത്തിൽ ഒരു ഗ്രാഫൈറ്റ് ലൈനിങ് ഏറ്റവും ബോട്ടം സൈഡിൽ കാണും. ഗ്രാഫൈറ്റ് ലൈനിങ് മൊത്തത്തിൽ ഒരു ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ലെയർ ആയിട്ട് മൊത്തം ആദ്യം ഒരു സിംഗിൾ ലെയർ ഗ്രാഫൈറ്റ് ലൈനിങ് ഉണ്ടായിരിക്കും. എന്നിട്ട് ആ വെസലിൻ്റെ മുകളിലാണ് നമ്മൾ ചാർജ് ഇടുന്നത്. ചാർജ് മീൻസ് ദി മെറ്റീരിയൽ ടു ബി ഹീറ്റ്, ചാർജ് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഈ ഏറ്റവും അടിവശത്തായിട്ടൊരു ഗ്രാഫൈറ്റ് ലൈനിങ് ഇല്ല എങ്കിൽ സർക്യൂട്ട് ചിലപ്പോൾ സെക്കൻഡറിയിൽ ക്ലോസ് ആകത്തില്ല. സർക്യൂട്ട് ക്ലോസ് ആവാതിരിക്കുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി, ഈ ചാർജിൻ്റെ ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പ് വെച്ച് ഡിസ്കണ്ടിന്യൂറ്റി വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ് ആയി വരാതെ സെക്കൻഡറി കറണ്ട് ഫ്ലോ ഇല്ലാതെ ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് ആകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ടേൺ ലെയറിൻ്റെ ഫോർമേഷന് ആയി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫൈറ്റ് ലൈനിങ് ഏറ്റവും അടിയിൽ, ഈ കർത്തിൻ്റെ ഏറ്റവും അടിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകളിലാണ് നമ്മൾ കംപ്ലീറ്റ് ചാർജ് ഇങ്ങനെ വിതറുന്നത്. ഈ ചാർജ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം AC സപ്ലൈ പ്രൈമറിയിലോട്ട് കൊടുക്കും. പ്രൈമറിയിലോട്ട് കൊടുക്കുമ്പോൾ പ്രൈമറിയിൽ ഉണ്ടാകുന്ന AC സപ്ലൈയുടെ കോൺസിക്വൻസിൽ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ശരിക്കും ഈ സെക്കൻഡറി ഈ ചാർജിലേക്ക് ഉണ്ടാകും. അപ്പോൾ ഇവ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റീവ് കപ്ലിങ്ങിന് വിധേയമാകും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റീവ് കപ്ലിങ്ങിന് വിധേയമാകുമ്പോൾ സെക്കൻഡറിയിൽ ചാർജിന് മേൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ഇവിടെ ഒരു സിംഗിൾ ടേൺ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ധാരാളം നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ ധാരാളം നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലും ഇവിടെ ഒരു സിംഗിൾ ടേണിൻ്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് നന്നേ കുറവായിരിക്കും. പക്ഷേ കറണ്ട് എത്രയോ ഇരട്ടിയായിരിക്കും. ഇപ്പോൾ ഇവിടെ 100 ടേൺ, ഇവിടെ 1 ടേൺ ഉള്ളെങ്കിൽ ഇവിടുത്തെ കറണ്ടിൻ്റെ 100 ഇരട്ടി കറണ്ട് ഇവിടെ ഉണ്ടാകുന്നതാണ് എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ആ കറണ്ട് എഡി കറണ്ട് ലോസ് ആവുകയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡിൽ ഹീറ്റ് പ്രൊഡക്ഷൻ ആവുകയോ ചെയ്തുകൊണ്ട് ഇവിടെ ഈ ചാർജ് ഹീറ്റ്. അപ്പോൾ എത്രത്തോളം സമയം ഒരു മോൾട്ടൺ മെറ്റൽ സ്റ്റേജിലേക്ക് അറൈവ് ചെയ്യാനായിട്ട് വേണ്ടി വരും എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൈമറി സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്തതാണ്. ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ഡിപ്പെൻഡ്സ് ഒന്ന് ടേൺസ് റേഷ്യോ, 2 കപ്ലിംഗ് കോഎഫിഷ്യന്റ്, മാഗ്നറ്റിക് കപ്ലിംഗ് കോഎഫിഷ്യന്റ്, 3 പ്രൈമറി കറന്റ്. The amount of heat produced in the secondary or the amount of heat produced in the charge is depending upon the turns ratio of the primary and secondary, the magnetic coupling coefficient of the core type transformer and the primary current, magnitude of the primary current. അതനുസരിച്ചായിരിക്കും ഇവിടുത്തെ ഹീറ്റ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇതാണ് ഒരു ഇൻഡക്ഷൻ ഫർണസ്, കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസ്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും AC ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിങ്ങിന് ആധാരമായ ട്രാൻസ്ഫോർമർ ആക്ഷൻ മൂലം ഹീറ്റപ്പ് ആകേണ്ട ചാർജിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ അതിലൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ആ കറണ്ട് ആ ചാർജിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഹീറ്റ് പ്രൊഡക്ഷന് വിധേയമാവുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഡക്ഷൻ. അപ്പോൾ നേരിട്ട് ചാർജിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഹീറ്റ് കൺവേയൻസിന് വഴി ഉള്ള ഹീറ്റ് ലോസുകളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇതൊരു എഫിഷ്യൻറ്റ് ഹീറ്റിംഗ് മെത്തേഡായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് ഡയലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുന്ന നോൺ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിന് ഡയലക്ട്രിക് എന്ന് പറയുന്ന ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെറ്റൽ ഓറുകളാണ്. മെറ്റൽ ഓറ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പരിധി വരെ അത് കണ്ടക്ടേഴ്സാണ്. കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ മിക്കവാറും ഹീറ്റ് ആക്കാൻ എളുപ്പം. ഇനി നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അതുപോലെ മൈക്ക, പ്ലാസ്റ്റിക്, ഫുഡ് പാർട്ടിക്കിൾസ്, അതുപോലെ ബിസ്ക്കറ്റ്, അതുപോലുള്ള തഴി, അങ്ങനെയൊക്കെയുള്ള നോൺ ഇലക്ട്രിക്കൽ പാർട്സ്, നോൺ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ഹീറ്റ് ആക്കാനുള്ള
ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഡയലക്ട്രിക് ഹീറ്റിംഗ്. ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻസുലേറ്റേഴ്സാണ്, നോൺ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസാണ്. അപ്പോൾ ആ ഒരു ഡയലക്ട്രിക് ഹീറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷനും പഠിക്കാനുണ്ട്. അത് അടുത്തുള്ള ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.